ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കലാപരിപാടി എൻ്റെ ഡെയിലി മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്തതിന് ശേഷം ഫേസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് ഈ ഐസ് ക്യൂബ് മസാജ്. ഞാൻ ഈ ഐസ് ക്യൂബ് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാര്യം 7-8 മാസമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പ്രശ്നമാകുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ കുടിക്കുന്ന എൻ്റെ ഡ്രിങ്ക്സ് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ തന്നെയായിരിക്കും അതുണ്ടാക്കാറുള്ളത്. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ലൈം ടീ. ആക്ച്വലി വെറും വയറ്റിൽ രാവിലെ ലൈം ടീ കുടിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കും. ഇതിൽ ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ കുടിക്കും. കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഓട്സ് കുടിച്ചു. ഓട്സിലും ഞാൻ ഷുഗർ ഇടാറില്ല. അത് കഴിഞ്ഞ ശേഷം ഞാനും അദ്വൈതും അരവിന്ദും കൂടെ ചേർന്ന് ഒന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഒരു ചായ കൂടെ കുടിച്ച് പാസ്സാക്കാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഈ ഇടുന്നത് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടേക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട ശേഷം നേരെ പോകുന്നത് സൺസ്ക്രീം. ഇത് എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീമാണ് കേട്ടോ. അനാവശ്യമായിട്ടുള്ള വൈറ്റ് കാസ്റ്റിങ്ങോ അങ്ങനെ ഒന്നുമില്ല. ഇത് നിങ്ങൾ ഇടുന്നത് ഒരു സാധാരണ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുമ്പോഴൊക്കെ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ആ സൺസ്ക്രീം. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എന്നെ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ വാങ്ങിച്ചു തരത്തില്ല. ഞാൻ കൂടുതലായിട്ട് എപ്പോഴും വെയർ ചെയ്യാറുള്ളത് ബ്ലാക്ക് ഷർട്ടാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വെച്ച് ഇന്നൊരു പിസ്ത ഗ്രീൻ ഷർട്ട് ഞാൻ ഇട്ടു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ കുറച്ച് പട്ടി ഷോ ഇറക്കാമെന്ന് വെച്ചു. പിന്നെ ഈ സാധനം മേക്കപ്പ് ഫിക്സർ, ഞാൻ ഇതും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മേക്കപ്പ് ഫിക്സർ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. പിന്നെ അത് കണ്ട സമയം തൊട്ടേ എനിക്കതൊന്ന് അപ്ലൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം എന്ത് തേങ്ങ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്തു. കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ വീണ്ടും എൻ്റെ കുറച്ച് പട്ടി ഷോകൾ ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അദ്വൈതും അരവിന്ദും എത്തി കേട്ടോ. ഇവർ രണ്ടുപേരാണ് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നമ്മുടെ സ്ഥിരം സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവനാണ് അരവിന്ദ്, ഇതാണ് അദ്വൈതാണ് എന്നെ യൂട്യൂബ് ചാനലിലോട്ട് വലിച്ച് തള്ളിയിട്ട് ഇവൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചിതാ വീട്ടിലോട്ട് പോവുകയാണ്.